അപ്പോൾ 3 ദശകങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിയോ എത്ത് പ്രോഗ്രസിയോ എന്ന പ്രമാണരേഖയിലൂടെ മാർപ്പാപ്പ ഇങ്ങനെ പഠിപ്പിച്ചത്. എന്താ പഠിപ്പിച്ചതെന്നറിയോ? മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാതിരുന്നാൽ സഭ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയായി മാറും. ഇപ്പം എനിക്ക് യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയാം, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ അറിയാം, അല്ലെങ്കിൽ നമ്മളെ മക്കൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയാം. എന്നിട്ട് യൂട്യൂബ് ഉപയോഗിച്ച് നമ്മൾ സുവിശേഷം അറിയിക്കാൻ വേണ്ടി നമുക്ക് കടമയുണ്ടെന്ന് അറിയാം. എന്നിട്ട് ചെയ്യാതിരുന്നാൽ യേശുവിൻ്റെ 2ാം വരവിൽ നാം എല്ലാവരും യേശുവിന് മുമ്പിൽ ന്യായവിചാരണയ്ക്കായി ദൈവത്തിൻ്റെ ന്യായാസനത്തിൽ നിൽക്കേണ്ടി വരുമ്പോൾ ഇതെന്തുകൊണ്ടെന്ന് ചോദ്യമുണ്ടാകുന്ന സമയത്ത് കർത്താവിന് മുമ്പിൽ ന്യായമായും ഞാനും നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം ഇതാണ്: നിനക്ക് മീഡിയയിലൂടെ സുവിശേഷം ശുശ്രൂഷ ചെയ്യാൻ അറിയാമായിരുന്നിരിക്കെ, ടെലിവിഷനിൽ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാൻ അറിയാമായിരുന്നിരിക്കെ നീ അത് ചെയ്യാത്തത് കൊണ്ട് എത്രയോ പേര് അറിയാതെ പോയി. അതുകൊണ്ട് നിനക്ക് ഇതിനെക്കുറിച്ച് എന്ത് ന്യായം ബോധിപ്പിക്കാനുണ്ട് എന്ന് നിന്നോട് ചോദിക്കും. ഓരോരുത്തരോടും ചോദിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അറിയണം, നിങ്ങൾക്ക് എത്രയോ വൈഭവം നൽകി, എത്രയോ കഴിവുകൾ നൽകി, എത്രയോ സാധ്യതകൾ നൽകി. പണ്ടുണ്ടായിരുന്ന 10, 50, 10, 100, 10, 200, 10, 500 വർഷം മുമ്പ് ഫ്രാൻസിസ് സേവറിൻ്റെ കാലത്ത്, ഫ്രാൻസിസ് സാലസിൻ്റെ കാലത്ത്, അസീസി പുണ്യവാളൻ്റെ കാലത്ത്, പൗലോസ് അപ്പോസ്തലൻ്റെ കാലത്ത് അവർക്ക് ഇമെയിൽ ഉണ്ടായിരുന്നോ? അവർക്ക് വാട്സപ്പ് ഉണ്ടായിരുന്നോ? അവർക്ക് യൂട്യൂബ് ഉണ്ടായിരുന്നോ? എന്നിട്ട് അവർ കപ്പൽ കയറി 1 വർഷവും 1.5 വർഷമൊക്കെ യാത്ര ചെയ്താണ് ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് അടുത്ത ഭൂഖണ്ഡത്തിൽ എത്തുന്നത്. എന്നിട്ട് പോയി അവർ ശുശ്രൂഷ ചെയ്തു. അവർ അത്രയും 1 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് പാസ് ചെയ്തത് നമുക്ക് മിനിറ്റുകൾ കൊണ്ട്, സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ അടുത്ത ഭൂഖണ്ഡത്തിലെത്തും. ഇപ്പോൾ ഈ സമയത്ത് തന്നെ, ഈ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് തന്നെ മിനിറ്റുകൾ കൊണ്ട് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും UK-ലും ഗൾഫിലും മിഡിൽ ഈസ്റ്റിലും എല്ലാം ഇരുന്ന് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അവിടെ സുവിശേഷം എത്തിക്കുകയാണ് അട്ടപ്പാടിയിൽ നിന്ന്. ഇത് പൗലോസ് അപ്പോസ്തലന്റെ കാലത്ത് സാധ്യമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അന്ന് അവർ കണക്ക് കൊടുക്കാനുള്ളതിനേക്കാൾ കൂടുതലായി ഇന്നുള്ള ജനത കർത്താവിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടി വരും.